നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്താണെന്നറിയാനായിട്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഇതിൽ നിന്നും എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ കുറേയധികം ആളുകളും ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടായ തകർച്ച മൂലം, അതേപോലെ തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ബിസിനസ്സിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ഒരു ലാഭം കിട്ടാതെ വന്നതിലുള്ള ഒക്കെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയായിരിക്കാം നിങ്ങൾ അനുഭവിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ വളരെയധികം വിശ്വസിച്ചിരുന്ന ഏതെങ്കിലും വ്യക്തികളെ നിങ്ങൾ സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുണ്ടാവാം. എന്നാൽ പിന്നീട് നിങ്ങളെ ആ ഒരു വ്യക്തി ചതിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അത്തരത്തിൽ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി നിങ്ങൾക്ക് വന്നു ചേർന്നതായിരിക്കാം. അതേപോലെ തന്നെ വരവിനേക്കാൾ കൂടുതൽ ചിലവഴിക്കുന്ന വ്യക്തികളായിരിക്കാം നിങ്ങളിൽ പലരും. അതായത് പല വഴിയിൽ കൂടി സാമ്പത്തികം നിങ്ങൾക്ക് കിട്ടിയിട്ടും അത് സമ്പാദിക്കാതെ ചിലവഴിക്കാനായിരിക്കാം നിങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിയായിരിക്കാം ഇപ്പോഴുള്ളത്. അപ്പോൾ അത്തരത്തിൽ പല കാരണങ്ങൾ കൊണ്ട് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന ആളുകളെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ സാമ്പത്തികം നിങ്ങളെ തേടിയെത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാവുന്നതാവാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു വ്യക്തികളിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കുന്നതാവാം. അതേപോലെ തന്നെ പുതിയൊരു ജോലി ലഭിക്കുന്നതിലൂടെയൊക്കെ നിങ്ങളുടെ നിലവിലുള്ള സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതാണ്. സാമ്പത്തിക പ്രതിസന്ധികൾ ഒരു പരിധിവരെ നിങ്ങളെ വിട്ട് ഒഴിയുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളും എന്തൊക്കെയോ ചില കാര്യങ്ങൾ നേടിയെടുത്തതിലുള്ള ഒരു സന്തോഷം നിങ്ങൾക്ക് ചുറ്റും ഉള്ളവരുമായിട്ട് ആഘോഷിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ ചില സന്തോഷങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുമായിട്ട്, നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട്, നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ ആഘോഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടാതെ ഇവിടെ നിങ്ങളുടെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളുമൊക്കെ സാക്ഷാത്കരിക്കപ്പെടും എന്ന് കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ ദാമ്പത്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട്, റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട്, കൂടാതെ സാമ്പത്തികം, ആരോഗ്യം, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് വളരെയധികം സങ്കടകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ അവിടേക്ക് വലിയൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്. സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സമൃദ്ധിയുടെയൊക്കെ ഒരു അന്തരീക്ഷമാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത്. കൂടാതെ ഇവിടെ മറ്റുള്ളവരെ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ ഒരു പ്രത്യേക കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്ന് കാണുന്നുണ്ട്. അതേപോലെ തന്നെ വിശാലമായ മനസ്സിനുടമകളാണ്. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ മനസ്സ് കാണിക്കുന്ന ആളുകളാണ്. കൂടാതെ കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെയുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അത്തരം കഴിവുകൾ പ്രയോജനപ്പെടുത്താനൊക്കെയുള്ള ഒരു സമയമാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിലൂടെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ അംഗീകാരവും സ്നേഹവും ഒക്കെ എത്തിച്ചേരുന്നതാണ്. കൂടാതെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഒരു കാത്തിരിപ്പിലാണ് ഇപ്പോഴുള്ളത് എന്ന് കാണുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് കാണുന്നത്. വ്യക്തി എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങളുടെ പങ്കാളി, നിങ്ങളുടെ സുഹൃത്ത്, അതേപോലെ തന്നെ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി, നിങ്ങളുടെ സഹോദരങ്ങൾ, മാതാപിതാക്കൾ, നിങ്ങളുടെ മക്കൾ, അങ്ങനെ നിങ്ങളുടെ മനസ്സിനെ ആയാലും നിങ്ങളുടെ ജീവിതത്തെ ആയാലും വളരെയധികം സ്വാധീനിച്ച ഏതോ ഒരു വ്യക്തി ചില കാരണങ്ങളുടെ പേരിൽ ഇപ്പോൾ നിങ്ങളിൽ നിന്നും വളരെയധികം അകലം പാലിച്ച് നിൽക്കുകയാവാം. നിങ്ങൾക്കും ആ വ്യക്തിക്കുമിടയിൽ ഒരു രീതിയിലുള്ള കോണ്ടാക്റ്റും നിലനിൽക്കുന്നില്ലായിരിക്കാം. അപ്പോൾ അവരെക്കുറിച്ചും അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ അറിയാനായിട്ട് നിങ്ങൾ ഒരുപക്ഷെ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടാവാം. പക്ഷേ നിങ്ങൾക്കതിന് കഴിയുന്നില്ല. അപ്പോൾ ആ ഒരു വ്യക്തിയെ നിങ്ങൾ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ കാത്തിരിക്കുന്ന വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക്
മടങ്ങി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷേ അവരും ഇപ്പോൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടാവാം നിങ്ങളുമായുള്ള ഒരു ബന്ധം വീണ്ടും തുടർന്ന് പോവണം എന്ന്. അപ്പോൾ അതിനുവേണ്ടി അവർ തന്നെ മുൻകൈ എടുത്ത് നിങ്ങൾക്കരികിലേക്ക് എത്തിച്ചേരുന്നതാവാം. എന്തായാലും ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാത്തിരിക്കുന്ന വ്യക്തി നിങ്ങളെ തേടി എത്തുന്നു എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ മൂലമാണ് ആ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു പോയതെങ്കിൽ നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിച്ച് അവർ നിങ്ങളെ തേടി എത്തുന്നതാവാം. ഇനി അവരായിട്ട് പല കാരണങ്ങളുണ്ടാക്കി നിങ്ങളെ വിട്ട് പോയതാണെങ്കിൽ അവിടെയും അവരുടെ തെറ്റുകൾ അവർക്ക് സ്വയം ബോധ്യപ്പെട്ട് നിങ്ങൾക്കരികിലേക്ക് മടങ്ങിയെത്തുന്നതാവാം. എന്തായാലും ചില കാത്തിരിപ്പുകൾക്ക് അവസാനം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു വ്യക്തിയുടെ വരവ് മൂലം നിങ്ങളുടെ ജീവിതത്തിന് പുതിയൊരു തുടക്കം ഉണ്ടാകുന്നുണ്ട്. വളരെയധികം പോസിറ്റീവ് ഊർജം, സന്തോഷം ഇവയൊക്കെ നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പലർക്കും ആരോഗ്യപരമായിട്ടുള്ള ഒരു പുരോഗതി ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ മോശം ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ വളരെയധികം ദൈവാനുഗ്രഹമുള്ള ആളുകളാണ് നിങ്ങൾ എന്നുള്ളത് കാണുന്നുണ്ട്. ഇപ്പോൾ പല സാഹചര്യങ്ങളിലും നിങ്ങളെ ആയാലും നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ ആയാലും വളരെയധികം അതിശയിപ്പിക്കുന്ന രീതിയിൽ പല അത്ഭുതങ്ങളും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ആളുകളാണ് നിങ്ങൾ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതായത് ദൈവം ഇറങ്ങി വന്ന് നിങ്ങളെ സഹായിച്ചു എന്ന് പോലും വിശ്വസിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം തൊട്ടറിഞ്ഞ പല അത്ഭുതങ്ങളും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ആളുകളാണ് നിങ്ങളിൽ പലരും. അതിനാൽ തന്നെ ഭാഗ്യം, ഈശ്വരാനുഗ്രഹമൊക്കെ വളരെയധികമുള്ള ആളുകളാണ് നിങ്ങളിൽ പലരും എന്നുള്ളതാണ് കാണുന്നത്. അതേപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകി മുന്നോട്ട് പോകുന്ന ആളുകളാണ് നിങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ഭാഗ്യത്താലും ഈശ്വരാനുഗ്രഹത്താലും നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടുമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും സങ്കടങ്ങളെയും ഒക്കെ അതിജീവിച്ച് ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ശുഭപ്രതീക്ഷ കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു. ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവാണെന്ന് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.